വ്യാജ ഡിഗ്രി വിവാദത്തിൽ SFI നേതാവ് നിഖിൽ തോമസിനെ പ്രതിരോധിക്കാനെത്തിയ SFI സംസ്ഥാന നേതൃത്വം വെട്ടിലായിരിക്കുകയാണ്. നിഖിൽ തോമസിന്റെ സർട്ടിഫിക്കറ്റ് ഒറിജിനൽ ആണെന്ന് സംസ്ഥാന സെക്രട്ടറി PM ആർഷോ വ്യക്തമാക്കിയിരുന്നു. സർട്ടിഫിക്കറ്റുകൾ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ആർഷോയുടെ ബോധ്യം. എന്നാൽ കേരള സർവകലാശാല VC തന്നെ നിഖിൽ തോമസിന്റേത് വ്യാജ ഡിഗ്രിയാണെന്ന പ്രാഥമിക നിഗമനം പങ്കുവച്ചതോടെ SFI വെട്ടിലായി. നിഖിൽ തോമസ് എന്ന വിദ്യാർത്ഥി കലിംഗ സർവകലാശാലയിൽ പഠിച്ചില്ലെന്ന് രജിസ്ട്രാറുടെ വിശദീകരണം വന്നതോടെ കൂടുതൽ പ്രതിസന്ധിയിലും. നിഖിൽ തോമസിന്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വ്യാജമല്ലെന്നും ആരോപണത്തിൽ കഴമ്പില്ലെന്നുമായിരുന്നു ആർഷോയുടെ രാവിലത്തെ വാദം. വാർത്ത വ്യാജമാണെന്ന് പറഞ്ഞ ആർഷോ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഹാജരാക്കാനും വെല്ലുവിളിച്ചിരുന്നു. നിഖിൽ കലിംഗയിൽ 2018 മുതൽ 2021 വരെ റെഗുലർ വിദ്യാർത്ഥിയായിരുന്നുവെന്നാണ് ആർഷോയുടെ നിലപാട്. നിഖിലിന്റെ സർട്ടിഫിക്കറ്റുകൾ പരിശോധിച്ചു, മുഴുവൻ രേഖകളും പരിശോധിച്ചു. എല്ലാ രേഖയും ഒറിജിനലാണ്, അത് വ്യാജ ഡിഗ്രിയല്ല. കേരള സർവകലാശാലയിലെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്തിരുന്നു. വ്യാജ ഡിഗ്രിയല്ലെന്ന് പറയാൻ മാധ്യമങ്ങൾ തയ്യാറാകണമെന്നും SFI നേതൃത്വം ആവശ്യപ്പെട്ടു. ഈ വാദങ്ങൾ നിലനിൽക്കെയാണ് കേരള സർവകലാശാല VCയുടെ കലിംഗ സർവകലാശാലയുടെയും വിശദീകരണം വന്നത്. നിഖിൽ തോമസിന്റെ കാര്യത്തിൽ കായംകുളം MSM കോളേജിന് ഗുരുതര വീഴ്ച പറ്റിയെന്നാണ് കേരള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നമ്മൽ വ്യക്തമാക്കുന്നത്. നിഖിലിന്റെ MCom പ്രവേശനത്തിലാണ് വീഴ്ച. നിഖിലിന്റെ ബിരുദ സർട്ടിഫിക്കറ്റ് വ്യാജമാണോ എന്നും കേരള സർവകലാശാല പരിശോധിക്കും. നിഖിൽ തോമസ് 2017 മുതൽ 2020 വരെ 3 വർഷവും കായംകുളം MSM കോളേജിൽ പഠിച്ചിരുന്നുവെന്നും പരീക്ഷ എഴുതിയിരുന്നുവെന്നും VC സാക്ഷ്യപ്പെടുത്തുന്നു. നിഖിലിന്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് പരിശോധിക്കാൻ രജിസ്ട്രാറോട് കേരള സർവകലാശാല VC ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കലിംഗ സർവകലാശാലയെ അപകീർത്തിപ്പെടുത്തിയതിന് നിഖിൽ തോമസിനെതിരെ നിയമ നടപടി എടുക്കുമെന്നാണ് രജിസ്ട്രാർ സന്ദീപ് ഗാന്ധി വ്യക്തമാക്കുന്നത്. വിവാദം നിഖിൽ തോമസിനെതിരെ കടുത്തതോടെയാണ് ആർഷോ വീണ്ടും മാധ്യമങ്ങളുടെ മുന്നിലെത്തിയത്. തന്റെ രാവിലത്തെ ബോധ്യത്തിൽ നിന്നും ഒട്ടും പിന്മാറാതെയായിരുന്നു ആർഷോയുടെ വാദമെങ്കിലും ആ ബോധ്യം മാധ്യമങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ഏറെ പ്രയാസപ്പെട്ടു. കുറ്റം കലിംഗ സർവകലാശാലയുടേതാണെന്നും കലിംഗയിൽ പോയി പരിശോധന നടത്താൻ SFIക്ക് ആവില്ലെന്നുമായിരുന്നു വാദം. പഠിക്കാതെ സർട്ടിഫിക്കറ്റുകൾ നൽകുന്ന പല സർവകലാശാലകളുമുണ്ട്. സർട്ടിഫിക്കറ്റുകൾ വ്യാജമെങ്കിൽ അന്വേഷണം വേണമെന്നും ആർഷോ പറഞ്ഞു. കേരള VCക്കെതിരെ SFI ആരോപണം ഉന്നയിച്ചു. VCയുടെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ആർക്കും സംശയമില്ല. VC ആദ്യമായിട്ടല്ല രാഷ്ട്രീയം കളിക്കുന്നതെന്നും ആർഷോ ആരോപിച്ചു. വിവാദം ഉണ്ടായപ്പോൾ നിഖിലിനെ മാറ്റി നിർത്തിയതെന്നും പറഞ്ഞ ആർഷോ തന്റെ വാദത്തിൽ ഉറച്ചു നിന്നു. അതിനിടെ SFI നേതാവ് നിഖിൽ തോമസിനെ കോളേജ് സസ്പെൻഡ് ചെയ്തു. നിഖിലിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും പ്രിൻസിപ്പൽ വ്യക്തമാക്കി. അന്വേഷണത്തിന് 6 അംഗ സമിതിയെയും നിയോഗിച്ചു. പോലീസിൽ പരാതി നൽകാനുള്ള ഒരുക്കത്തിലുമാണ് MSM കോളേജ്. നിഖിൽ തോമസ് കായംകുളം MSM കോളേജിലെ 2ാം വർഷ MCom വിദ്യാർത്ഥിയാണ്. ഇതേ കോളേജിൽ തന്നെയാണ് 2017-20 കാലഘട്ടത്തിൽ BCom ചെയ്തത്. പക്ഷേ നിഖിൽ ഡിഗ്രിക്ക് തോറ്റുപോയിരുന്നു. എന്നാൽ 1 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നിഖിൽ അവിടെ തന്നെ MComന് ചേർന്നു. അഡ്മിഷനായി ഹാജരാക്കിയത് കലിംഗ സർവകലാശാലയുടെ ബിരുദ സർട്ടിഫിക്കറ്റ് ആയിരുന്നു. MSM കോളേജിനെതിരെ കൂടുതൽ ആരോപണങ്ങളുമായി വിദ്യാർത്ഥി സംഘടനകളും രംഗത്തെത്തി. നിഖിലിന്റെ വിവരങ്ങൾ കോളേജ് മാനേജ്മെന്റ് മറച്ചുവെച്ചുവെന്നും RTM വഴി ആവശ്യപ്പെട്ടിട്ടും രേഖകൾ നൽകിയില്ലെന്നുമാണ് KSUവിന്റെയും MSFന്റെയും ആരോപണം. വിദ്യാഭ്യാസ ബന്ദ് അടക്കമുള്ള കടുത്ത പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് വിദ്യാർത്ഥി സംഘടനകൾ. അതേസമയം സർവകലാശാലകളെ തന്നെ പ്രതിരോധത്തിലാക്കിയ നിഖിൽ തോമസിന് പിന്നിൽ മറ്റാരൊക്കെയോ ഉണ്ട്. ഒരു പരിശോധനയും കൂടാതെ എങ്ങനെ നിഖിലിന് MSM കോളേജ് പ്രവേശനം നൽകി? കോളേജിനെ സമ്മർദ്ദത്തിലാക്കി പ്രവേശനം ഒരുക്കിയത് ആര്? ഇത്തരം ചോദ്യങ്ങൾ ഇപ്പോഴും സജീവമായി നിൽക്കെ വിവാദം തുടരുമെന്ന് വ്യക്തം.